നടൻ മമ്മൂട്ടി മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗത്തെ തുടർന്ന് അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം മമ്മൂട്ടി എറണാകുളത്തെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗം, ആ വാർത്തയാണ് കുറച്ചു മുൻപ് നമ്മൾ കേട്ടത്. ഓരോരുത്തരായി ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് എത്തും. മമ്മൂട്ടി തന്നെ എത്തിയിരിക്കുന്നു. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ പറയും. മുബഷീർ, കേൾക്കാമെങ്കിൽ അവിടെ നേരത്തെ തന്നെ ജനപ്രതിനിധികളൊക്കെ ചിലർ എത്തിയിരുന്നു. ഹൈബിയുടനൊക്കെ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ മമ്മൂട്ടി എത്തിയിരിക്കുകയാണല്ലേ? അതെ റോഷ്നി, മമ്മൂട്ടി ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇളമക്കരയിലുള്ള ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മമ്മൂട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഹൈബിയുടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ ഒരു വീട്ടിലുണ്ട്. മമ്മൂട്ടിയെ കൂടാതെയുള്ള ചലച്ചിത്രകാരങ്ങൾ, സിനിമാ സംവിധായകർ അടക്കുന്ന സംഘം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ചലച്ചിത്രങ്ങൾ താരങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ മേജർ രവി എളമക്കരയിലെ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിയും എത്തിയിരിക്കുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോഷ്നി. അതായത് തിരുവനന്തപുരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നിലവിൽ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇന്ന് തന്നെ ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോകും. രാത്രി തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ ആയിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. റോഡ് മാർഗമാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപായി തന്നെയാണിപ്പോൾ മലയാളത്തിൻ്റെ പ്രിയതാരം മഹാനടനായിട്ടുള്ള മോഹൻലാലിൻ്റെ സഹപ്രവർത്തകർ, മലയാള സിനിമയിലെ മറ്റു ചലച്ചിത്ര താരങ്ങൾ, സംവിധായകരടങ്ങുന്ന അണിയറ പ്രവർത്തകരടങ്ങുന്ന സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എത്തിയിരിക്കുന്നു. ബാക്കിയുള്ള ചലച്ചിത്ര താരങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കരയിലെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 14 വർഷമായി മോഹൻലാലിൻ്റെ അമ്മ രോഗാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മാസം മുൻപാണ് ഇവരുടെ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. വിയോഗ സമയത്ത് മോഹൻലാലും ഭാര്യയും കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ എളമക്കരയിലെ വീട്ടിൽ, അതായത് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അമ്മയുടെ അവസാന സമയവും മോഹൻലാലും ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോഹൻലാൽ അമ്മയെക്കുറിച്ച് നേരത്തെ പല വേദികളിൽ പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ, ആ ചൈത്രയാത്രയിലൊക്കെ തന്നെ മഹാനടനോടൊപ്പം കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് ഓരോ ഘട്ടത്തിലും പുരസ്കാരങ്ങളും ഒക്കെയുള്ള അവാർഡുകളൊക്കെ തന്നെ ലഭിക്കുന്ന സമയത്തും അത്രത്തോളം ഹൃദയസ്പർശിയായി മോഹൻലാൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയ പുരസ്കാരമാണെങ്കിലും അതിനു മുൻപ് സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന സമയത്ത് എളമക്കരയിലെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന മോഹൻലാൽ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയോടൊപ്പം സംസാരിക്കുന്ന മോഹൻലാലിനെയൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ഏറ്റവും ഒടുവിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ ലഭിച്ച ഘട്ടത്തിലും എളമക്കരയിലെ വീട്ടിൽ നിന്നായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത്. അമ്മയുടെ വലിയൊരു അനുഗ്രഹം, ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ മോഹൻലാൽ ദീർഘമായി സംസാരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ അത് കേട്ടതായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ എത്രത്തോളം അമ്മയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു എന്നുള്ളത് ഇക്കാലം അത്രയും നമ്മൾ കണ്ടതാണ്. തലമുറകളുടെ നായകനായി മോഹൻലാൽ ഓരോ സിനിമയിലും അഭ്രപാളികളിൽ വിസ്മയം തീർക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ സിനിമകളുടെ വിജയത്തിൻ്റെ സമയത്തൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, അമ്മയുടെ സാമീപ്യത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ തന്നെ നമ്മൾ കേട്ടതായിരുന്നു. എന്തായാലും ഏറെക്കാലമായി ലാലേട്ടൻ്റെ അമ്മ ചികിത്സയെ തുടർന്ന്, അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 3 മാസം മുൻപാണ് ഈ രോഗം മൂർച്ഛിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിലും നിലവിൽ മോഹൻലാലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത്. ഏറെക്കാലമായി അവിടെയാണ് മോഹൻലാലിൻ്റെ അമ്മയുണ്ടായിരുന്നത്. പിന്നീട് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം കൊച്ചിയാണെന്ന് മനസ്സിലാക്കി മോഹൻലാലിൻ്റെ തന്നെ ആഗ്രഹത്തോടു കൂടിയായിരുന്നു എളമക്കരയിലെ വീട്ടിലേക്ക്
അമ്മയെ കൊണ്ടുവന്നിരുന്നത്. പിന്നീട് ഏറെക്കാലമായി ഈ എളമക്കരയിലെ വീട്ടിലായിരുന്നു മോഹൻലാലിനോടൊപ്പം അമ്മയുണ്ടായിരുന്നത്. എന്ത് തരത്തിലുള്ള ഷൂട്ടിംഗ് തിരക്കുകളുണ്ടെങ്കിലും അമ്മയുടെ ജന്മദിനത്തിൽ ബാക്കിയുള്ള സുവിശേഷ ദിനങ്ങളിലൊക്കെ തന്നെ എളമക്കരയിലെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന ലാലേട്ടനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അമ്മയുടെ 89ാം ജന്മദിനത്തിനൊക്കെ തന്നെ സംഘടിപ്പിച്ച പരിപാടി, അന്ന് ലാലേട്ടൻ അമ്മയെക്കുറിച്ച് സംസാരിച്ച വാക്കുകളൊക്കെ തന്നെ മലയാളികൾ അത്രത്തോളം ഹൃദയസ്പർശിയായി കേട്ട വാക്കുകൾ തന്നെയായിരുന്നു. നേരത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് ഞാൻ ഓർക്കുകയാണ്, സമദാനിയും ഈ അമ്മയെക്കുറിച്ച് മാതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ കേട്ടിരുന്ന മോഹൻലാലിനൊക്കെ തന്നെ ഒരു സമയത്ത് ഓർത്തുപോവുകയാണ്. ഓരോ ഘട്ടത്തിലും മോഹൻലാൽ ബ്ലോഗൊക്കെ തന്നെ എഴുതിയിരുന്ന സമയത്ത് അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ, അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്ന വാക്കുകൾ, അമ്മ എത്രത്തോളം തൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ട് ചെറുപ്പം മുതൽ അമ്മ എങ്ങനെയാണ് തന്നെ വളർത്തിയെടുത്തിട്ടുള്ളത്. സിനിമാ ജീവിതത്തിലേക്ക് കടന്ന് ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിൽ, പലതരത്തിലുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടമുണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ അമ്മ തന്നെ ചേർത്ത് പിടിച്ചത്, അമ്മ എത്രത്തോളം തന്നെ അടുത്ത് നിർത്തിയതൊക്കെ തന്നെ മോഹൻലാൽ ഓരോ ഘട്ടത്തിലും പറയുമായിരുന്നു. എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും, എത്ര തന്നെ സിനിമയുടെ തിരക്കുകളിലേക്ക് മാറിപ്പോകുമായിരുന്നെങ്കിലും അമ്മയുടെ ജന്മദിനത്തിൽ അത്തരം പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ ഇളമക്കരയിലെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന ലാലേട്ടനെ നമ്മൾ ഓരോ വർഷവും കാണാറുണ്ട്. ഏറ്റവും ഒടുവിൽ അമ്മയുടെ 89ാം ജന്മദിനം ഈ ഇളമക്കരയിലെ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്ന വേളയിലും വലിയ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതാർച്ചന പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ച് അമ്മയെ ഓരോ നിമിഷവും സന്തോഷിപ്പിക്കുന്ന ലാലേട്ടനെയായിരുന്നു മലയാളി കണ്ടിരുന്നത്. മലയാളിയുടെ തലമുറകൾക്കിപ്പുറത്ത് ഓരോ തലമുറയും ആഘോഷിച്ച മഹാനടനായ മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുന്നത് അത് മലയാളികളുടെ അമ്മയായി മാറുന്ന ഓരോ കാഴ്ചയുമായിരുന്നു ഇക്കാലം അത്രയും നമ്മൾ കണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു അമ്മയുടെ വേർപാട് മലയാളികളുടെ ഒരു അമ്മയുടെ വേർപാടായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ഇക്കാച്ചി മമ്മൂട്ടി ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും അമ്മയുടെ വേർപാടിൽ വീട്ടിനുള്ളിലുള്ള ലാലേട്ടനെ അടുത്തിരുന്ന് അടുത്തേക്ക് തന്നെയാണ് മമ്മൂക്ക അതിവേഗം എത്തിയിട്ടുള്ളത്. ആ ഒരു കാഴ്ച തന്നെ കൊച്ചി പരിസരത്തും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് അതിവേഗം എത്തുന്നു. ലാലേട്ടൻ അടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എളമക്കരയിലെ വീട്ടിൽ ഇപ്പോൾ ദർശനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ വിവരമറിഞ്ഞെത്തുന്ന നിരവധി നാട്ടുകാരൊക്കെ തന്നെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കും. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ലാലേട്ടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ലഭിക്കുന്ന വിവരപ്രകാരം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അറിയുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ, അതായത് ഇന്നൊരു 6 മണിക്ക് ശേഷം തന്നെ ഇവിടെ നിന്ന് റോഡ് മാർഗം മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മാസം മുൻപ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ഈ ഇളമക്കരയിലെ വീടിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടിരുന്നു ഇന്ന് ലാലേട്ടന്റെ അമ്മയുടെ വിയോഗം സംഭവിച്ചത്. ഷൂട്ടിംഗ് തിരക്കിനിടയിലും രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് മോഹൻലാലും ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇളമക്കരയിലെ വീട്ടിലേക്ക് തന്നെ എത്തിയിരുന്നു. അമ്മയുടെ അടുത്ത് തന്നെ സാന്നിധ്യം മോഹൻലാലിൻ്റേത് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സങ്കടം തളം കെട്ടി നിൽക്കുന്ന കാഴ്ച, എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ദുഃഖം, ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ആളുകളുടെയൊക്കെ തന്നെ മുഖത്ത് നമുക്ക് ദുഃഖം കാണാൻ സാധിക്കും. എന്തായാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കും. കൂടുതൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരമാണെങ്കിൽ 6 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗ്ഗം കൊണ്ടുപോകും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും നാളെ രാവിലെയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. രോഷന. മുബഷീർ, അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ എത്രത്തോളം വാചാലനാവാറുണ്ടോ അതുപോലെ തന്നെ മകനെക്കുറിച്ച് പറയുമ്പോൾ അമ്മയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയുന്ന ആ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. ഈ കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടിലും അഭിനയത്തിലും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ലാലു എന്നും, ലാലുവിന് ആ പ്രായത്തിൽ തന്നെ എല്ലാ പിന്തുണയും കൊടുക്കാനാണ് ഞങ്ങൾ കുടുംബം ശ്രമിച്ചിട്ടുള്ളത് എന്നുമൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ ഇത്രയേറെ നെഞ്ചേറ്റുന്ന ഒരു മഹാനടനെ, നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് പാത്രമായി അങ്ങനെ ഒരാളെ വളർത്തിയെടുക്കുന്നതിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ പങ്കുവഹിച്ച അമ്മയുടെ ആ ഒരു വിയോഗം അത് ഏറെ വേദനപ്പെടുത്തുന്നതാണ്. അമ്മ ഈ ഒരു നടന്റെ വളർച്ചയിൽ വഹിച്ചിട്ടുള്ള പങ്ക് അത് വിസ്മരിക്കാനാവുന്നതല്ല. തീർച്ചയായും തൻ്റെ ജീവിതത്തിലൊരു അഭിനേതാവുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുന്നത് അമ്മയായിരുന്നെന്ന് പല ഘട്ടങ്ങളിലായിട്ട് ലാലേട്ടൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഓരോ കഴിവുകളും മോഹൻലാലിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പല മേഖലകളിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ എല്ലാവിധത്തിലും
പ്രശംസിച്ചുകൊണ്ട് തനിക്ക് എല്ലാവിധത്തിലുള്ള ഊർജ്ജവും തന്നുകൊണ്ട് മുന്നേറാനുള്ള ഒരു ഊർജ്ജം നൽകിയിരുന്നത് മാതാവായിരുന്നു, പ്രിയപ്പെട്ട അമ്മയായിരുന്നു എന്ന് ഓരോ ഘട്ടങ്ങളിലും ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വരെ ലഭിച്ച ഘട്ടത്തിലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഇളമക്കരയിലെ വീട്ടിലേക്ക് ഓടിയെത്തുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ വെച്ച് ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന വലിയ പുരസ്കാര നിറവിൽ നിൽക്കുന്ന സമയത്തും അമ്മയെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ അത്രത്തോളം ഹൃദയസ്പർശിയാണ്. അതൊക്കെ തന്നെ ഇപ്പോഴും അത്രത്തോളം വേദനയുണ്ടാക്കുന്നു. ഈ വിയോഗത്തിന്റെ സമയത്ത് നമുക്ക് അത്രത്തോളം വേദനയുണ്ടാക്കുന്ന വാക്കുകളായി മാറുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ ഓരോ സിനിമയുടെ തിരക്കിലാകുന്ന ഘട്ടത്തിലും അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ട ശാന്തകുമാരി അമ്മയുടെ 89ാം പിറന്നാൾ ദിവസം എളമക്കരയിലെ വീട്ടിൽ വെച്ച് വലിയ ആഘോഷം നടത്തിയൊക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു. അത്രത്തോളം അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെക്കുറിച്ച് വാചാലനായിരുന്ന ലാലേട്ടന്റെ അമ്മയുടെ വിയോഗം അത് കേരളക്കരയുടെ ഒരു അമ്മയുടെ ഒരു പ്രിയപ്പെട്ട മാതാവിന്റെ വിയോഗമായി മാറുന്ന കാഴ്ചയാണ് എളമക്കരയിലെ വീട്ടിൽ നിന്നും കാണുന്നത്. രോഷ്മി. ശരി.